വന്നിനല്ലോ. ചായ കുടിച്ചാ? പല്ല് തേച്ചിട്ടാ ചായ കുടിച്ചില്ലേ? പല്ല് തേച്ചു, ചായ കുടിച്ചു. കുളിച്ചിനെല്ലാരും? നല്ല വൃത്തിയിൽ വന്നിനല്ലേ? നല്ല വൃത്തിയുണ്ട് മക്കള്. അപ്പൊ ഇന്നലെ ടീച്ചർ ഒരു പാട്ട് പാടി തന്ന ഓർമ്മയുണ്ടാ? അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ടീച്ചർ ഇന്നലെ ഒരു പാട്ട് പാടി അല്ലേ? അപ്പൊ ഇന്ന് ടീച്ചർ അമ്പലത്തിന്റെ ഒരു കഥ പറയുന്നേ, ശ്രദ്ധിച്ചേ കേൾക്കണം. ഇതാരും അറിഞ്ഞോ? അമ്പലത്തിന്റെ കഥയില് 2 കൂട്ടുകാരുണ്ട്. ആരല്ല? അപ്പു അമ്മു. ആരല്ല? അപ്പുണ്ട് അമ്മു. രണ്ടുപേരും അവിടെ പോന്നേ. രണ്ടുപേരും അമ്പലത്തിലേക്ക് പോന്നെ. എങ്ങനെ നമ്മ അമ്പലത്തിൽ പോവല്? കുളിച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് നല്ല പാങ്ങ കുറിയും പൗഡറെല്ലാം ഇട്ട് നമ്മ അവിടെ പോന്നെ അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ എന്തിനു പോന്നെ? പ്രാർത്ഥനാക്കലല്ലേ? അപ്പൊ അമ്പലത്തിലേക്ക് ആരെല്ലാം പോയി? നമ്മുടെ അപ്പു അമ്മു രണ്ടുപേരും അവിടെ പോയി അമ്പലത്തിലേക്ക്. അപ്പൊ അവര് നല്ല വൃത്തിയാക്കി അവിടെ പോയി അമ്പലത്തിലേക്ക് പോയി. രണ്ടുപേരും അവിടെ എത്തി. അമ്പലത്തിലേക്ക് എത്തിയല്ലേ? അമ്പലത്തിലെത്തി അവര് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അമ്പലത്തിന് പുറത്ത് വരുമ്പോ അതാ ഒരു പൂമ്പാറ്റ കുഞ്ഞി. കണ്ടാ? ആര്? ഒരു പൂമ്പാറ്റ കുഞ്ഞി കരയുന്നുണ്ട്. എന്തിനു കരയുന്നേ? പൂമ്പാറ്റ കുഞ്ഞിയുടെ കരയുന്ന കണ്ടു. ആര് കണ്ടു? അപ്പൂനും അമ്മൂനും കണ്ടു. എന്തിനാ പൂമ്പാറ്റ കരയുന്നേ? പൂമ്പാറ്റ കരയും ഇങ്ങനാക്കി. പൂമ്പാറ്റ കരയുന്നത് ആര് കണ്ടു? അപ്പു അമ്മും കണ്ടു. എന്തിനാ പൂമ്പാറ്റ കഞ്ഞി കരയുന്നേന്ന് ആര് ചോദിച്ചു? അപ്പു അമ്മു ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു പൂമ്പാറ്റ കുഞ്ഞി? പൂമ്പാറ്റ കുഞ്ഞി പറഞ്ഞു, എന്റെ അമ്മ തീറ്റ തേടാൻ പോയി. അമ്മ എവിടെ പോയതെന്ന് എനിക്കറിയില്ല. അമ്മ പോയതിന് ശേഷം ഞാൻ കൂട്ടുന്ന് പാറി പാറി വന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോ ചിറക് വേദനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാനിവിടെ ഇരുന്നതാണ് എന്ന് ആരോട് പറഞ്ഞു? നമ്മുടെ അപ്പോടും അമ്മോടും പറഞ്ഞു. അപ്പൊ പൂമ്പാറ്റ കുഞ്ഞോട് അപ്പു അമ്മ പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അമ്മ വരുന്നത് വരെ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പൂമ്പാറ്റ കുഞ്ഞു ആരടുത്ത് നിന്നു? അപ്പുവിന്റെ അടുത്തും അമ്മുവിന്റെ അടുത്തും നിന്നു. കുറച്ച് കഴിയുമ്പോ പാറി പാറി ഒരാളതിലെ വരും. ഹായ്, എന്ത് നല്ല മനോഹരമുണ്ട്. നല്ലൊരു പൂമ്പാറ്റ പാറി വരുന്നത്. നോക്ക് പൂമ്പാറ്റ കുഞ്ഞേ, ഇതാണോ നിന്റെ അമ്മ? അതാ പാറി വരുന്നേ. പൂമ്പാറ്റയാണോ നിന്റെ അമ്മ എന്നാര് ചോദിച്ചു? നമ്മുടെ അപ്പു അമ്മു പൂമ്പാറ്റ കുഞ്ഞിനോട് ചോദിച്ചു. അപ്പൊ ആരാണ്? ഇതാ പൂമ്പാറ്റ കുഞ്ഞു. അതെ, ഇതാണ് എന്റെ അമ്മ, ഇത് തന്നെ എന്റെ അമ്മ. ഹായ് അമ്മേന്നും പറഞ്ഞ് പൂമ്പാറ്റ കുഞ്ഞി ചിരിക്കാൻ തുടങ്ങി. പൂമ്പാറ്റ പാറി വന്ന് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞിന്റെ അടുത്തിരുന്നു. അപ്പൊ പൂമ്പാറ്റ കുഞ്ഞോട് പൂമ്പാറ്റ എന്ത് ചോദിച്ചു? ഇതാരാണ് പൂമ്പാറ്റ കുഞ്ഞി? ഇതാര് മോളെ? ഇത് 2 പേരാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പൂമ്പാറ്റ കുഞ്ഞി എന്ത് പറഞ്ഞു? ഇതാണ് എന്നെ ഇവിടെ സംരക്ഷിച്ചിട്ട് നിർത്തിയാല്, ഒറ്റക്കാകല്ല, ഞങ്ങളുണ്ട് കൂടെ എന്നും പറഞ്ഞിട്ട് ഇവരെന്നെ കൂട്ടുകാരെ പോലെ എൻ്റെ അടുത്ത് തന്നെ നിന്നു. അമ്മ വരുന്നത് വരെ എന്നെ കാത്ത് നിന്നതാണ്. ഈ 2 കൂട്ടുകാരാണ് എന്നെ സംരക്ഷിച്ചത് അമ്മേന്ന് ആരോട് പറഞ്ഞു? പൂമ്പാറ്റ കുഞ്ഞി പൂമ്പാറ്റയോട് പറഞ്ഞു. പൂമ്പാറ്റയുടെ അമ്മേനെ ഇഷ്ടായ? പൂമ്പാറ്റ കുഞ്ഞിന്റെ അമ്മേനെ. അങ്ങനെ പൂമ്പാറ്റ കുഞ്ഞിനെയും കൂട്ടി പൂമ്പാറ്റ ദൂരെ പാറിപ്പോയി. എവിടെ പോയി? അവരുടെ കൂട്ടിലേക്ക് പോയി. പോകുമ്പോ പൂമ്പാറ്റ അപ്പോടും അമ്മോടും എന്ത് പറഞ്ഞു? നിങ്ങളും ഇതേപോലെ അമ്മ പറയുന്നത് കേൾക്കാതെ പുറത്തൊന്നും പോകാൻ പാടില്ല എന്ന് പൂമ്പാറ്റ ഈ അപ്പോടും അമ്മോടും പറഞ്ഞു. അങ്ങനെ പൂമ്പാറ്റയും കുഞ്ഞു വീട്ടിലേക്ക് പോയി. അപ്പോടും അമ്മോടും പൂമ്പാറ്റ പറഞ്ഞു, നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോകണം. അങ്ങനെ വീട്ടിന് അപ്പു അമ്മു അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കയറി അവിടെയും പ്രാർത്ഥനാക്കി. അതേപോലെ പോന്ന വഴിക്ക് വേറൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെയും പോയി പ്രാർത്ഥനാക്കി. ഇത് നമ്മളെ അമ്പലം, ഇത് ക്രിസ്ത്യൻ പള്ളി, ഇത് മുസ്ലിം പള്ളി. ഈ പള്ളിയിലേക്കെല്ലാം അപ്പു അമ്മും പോയി പ്രാർത്ഥനയിലാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയി. കഥ ഇഷ്ടമായ മക്കളെ?
അമ്മ അറിയാതെ കൂട്ടിന്ന് പുറത്തേക്ക് വന്നതല്ലേ? അങ്ങനെ പുറത്ത് നിങ്ങൾ അമ്മയോട് പറയാതെ എവിടെ പോകാൻ പാടില്ല. പൂമ്പാറ്റ എവിടെ പോയതപ്പോ? തീറ്റ തേടാൻ പോയതല്ലേ? തേനെല്ലാം കൊണ്ടുവരാൻ വേണ്ടിട്ട് പൂമ്പാറ്റ പോയി. അപ്പൊ അമ്മ പറയുന്നത് കേട്ടിട്ട് മാത്രം ഏടി പോയിക്കൂടി. നിങ്ങൾ ഏടെ പോന്നുണ്ടെങ്കിലും ആരോട് പറയണം? നിങ്ങളെ കൂട്ടുകാർക്ക് അപകടം സംഭവിച്ചാൽ എന്താക്കണം? സഹായിക്കണം അല്ലേ? കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴും സഹായിക്കണം. നല്ല കുട്ടികളായിട്ട് വളരണം. അത് ഇഷ്ടായില്ലേ?